ഞാൻ ഒരാൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ബിരിയാണി കഴിച്ചു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കണ്ണൂർ വരെ ഒന്ന് പോവാണ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ വീട്ടിലാണുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ പോവാൻ എല്ലായിടത്തും വെച്ചു. നമ്മളിപ്പോൾ ഇറങ്ങും. അപ്പോഴാണ് ഞാനൊരു വ്ളോഗ് എടുക്കാൻ വിചാരിച്ചത്. നമ്മൾ ഇറങ്ങാൻ പോവാണ്. അപ്പം നമ്മള് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ആണോ? അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. പരിപാടി നാളെ വൈകിട്ടാണ്. അരങ്ങം മഹാദേവ ക്ഷേത്രം അല്ലേ? അങ്ങനെയല്ലേ? അരങ്ങം ക്ഷേത്രത്തിലാണ്. ഇതിനകത്ത് പരമാവധി ഉൾപ്പെടുത്താം. അതെ. അപ്പൊ നമ്മൾ പോയിട്ട് ഇടയ്ക്കൊന്നുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ബാക്കി എല്ലാവരും വണ്ടിയിലുണ്ട്. ഒരു ഫുൾ ഫാമിലി ട്രിപ്പായിട്ടാണ് നമ്മൾ പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പോയിട്ട് വരാം. ബൈ ബൈ ബൈ. അപ്പോൾ ഗായ്സ്, നമ്മൾ ചായ ബജ്ജിയൊക്കെ കഴിച്ചിട്ട് തിരിച്ച് നമ്മൾ നമ്മുടെ യാത്രയിലേക്ക് അതെ അടുത്ത സ്റ്റോപ്പിൽ കാണാം. യെസ്. ഹലോ. അങ്ങനെ നമ്മളൊരു അങ്കമാലിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും മാറ്റി നിർത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നല്ല വിശന്നിട്ടായിരുന്നു എല്ലാവരും. നമ്മളൊരു 8:30 ആയപ്പോൾ ആണ് ഫുഡ് കഴിക്കാൻ നിർത്തിയത്. ഇവിടെ നിന്ന് ഇനിയും കുറേ സമയമുണ്ട്. എന്തായാലും ഇനി ഫുഡ് കഴിച്ചിട്ട് ഇനി അടുത്ത സ്റ്റോപ്പിലെത്തുമ്പോൾ അടുത്ത വീട്ടിൽ എടുക്കാം. നമ്മള് എടപ്പാളാണ്. അല്ലല്ല, 6 5 ഏകദേശം ഒരു 4 മണിക്കൂർ ഉണ്ട്. ഇപ്പോൾ സമയം 12:12 വീഡിയോഗ്രാഫർ സഞ്ജുവിനോടൊപ്പം സൈനിങ് ഓഫ്. വളരെ നീണ്ടൊരു യാത്രയ്ക്ക് ശേഷം നമ്മളിവിടെ കണ്ണൂരെത്തി. ജസ്റ്റ് ഇപ്പം റൂമിൽ കയറിയതേ ഉള്ളൂ. അവിടെ ചെന്നുണ്ട്. ഓക്കെ, ഇവിടെ റോയൽ സ്വീറ്റ് ലോഡ്ജിലാണ് നമുക്ക് റൂം. അപ്പോൾ അതിന് ജസ്റ്റ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇപ്പോൾ ഫ്രീ ആയിട്ടേ ഉള്ളൂ. നല്ല ടയർഡാണ്. ഇപ്പം തന്നെ രാവിലെ ആയി 5-5:30 എന്തോ ടൈമായി. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആയപ്പോൾ അതാണ് ഇത്രയും വീണ്ടും ലേറ്റ് ആയതാണ്. ഇച്ചിരി നേരത്തെ എത്തിയേനെ. എന്തായാലും ഇനി ഒന്ന് ഫേസ് വാഷൊക്കെ ചെയ്തിട്ട് പിന്നെ കിടക്കാം. നാളെ കാണാം. എൻ്റെ ലിപ്സ്റ്റിക്ക് കാണാണ്ട് പോയി. ഇത് ഞാൻ ഇടാതിരിക്കുന്നൊരു ഷെയ്ഡാണ് ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത്. അതും ഞാൻ ഇറങ്ങുന്നതിൻ്റെ കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ. തപ്പാത്ത സ്ഥലമില്ല.
ഞാൻ എപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാലും എൻ്റെ ലിപ്സ്റ്റിക് കാണാൻ കഴിയും. എൻ്റെ പുതിയതാണ് അതും കാണാൻ കഴിയും. എനിക്കങ്ങനെ ലിപ്സ്റ്റിക് കളക്ഷൻസ് ഇല്ല ഗൈസ്. ആകെ ഉള്ളത് കാണാൻ കഴിയും. ഓക്കെ, അപ്പം ഇനി നാളെ കാണാം. ഓക്കെ, ഇന്ന് നമ്മളിവിടെ എത്തിയിട്ട് ഫസ്റ്റ് ഡേ ആണ്. നാളെ നമ്മൾ തിരിച്ചു പോകും, പക്ഷേ ചുമ്മാ പറഞ്ഞ ഓക്കെ. അപ്പം നമ്മൾ രാവിലെ ഇവിടെ എത്തി, ഉച്ചവരെ നമ്മൾ ഉറങ്ങി എണീറ്റ് ഫുഡ് കഴിച്ചു, ബിരിയാണിയൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു മണിക്കൂറോട് കഴിയുമ്പോൾ ഒന്നല്ല, ഒരു 15 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ പുറത്ത് പോകുന്നുണ്ട്. സ്കിൻ കെയർ ഒക്കെ ചെയ്തു, നമ്മൾ ഫ്രഷായി എല്ലാവരും. ഇനി റെഡി ആയിട്ട് നമുക്ക് പുറത്ത് പോവാം. നമ്മൾ പോയി വന്നിട്ട് നമുക്ക് സൗണ്ട് ചെക്ക് ഉണ്ട് 5 മണിക്കൊക്കെ. സൗണ്ട് ചെക്കും കഴിഞ്ഞിട്ട് വന്ന് റെഡി ആയിട്ട് പിന്നെ നമ്മൾ പ്രോഗ്രാം. അപ്പോൾ ഗൈസ് നമ്മൾ ഒരു ഐസ്ക്രീം. എനിക്ക് മാപ്പ് വേണം. മാപ്പ് വേണം? വ്ളോഗില് കാണിക്കാൻ പറ്റില്ല. നിങ്ങൾ ഇത്ര നേരം അലമ്പുണ്ടാക്കുന്നില്ല പറഞ്ഞു. ഞാൻ അലമ്പുണ്ടാക്കി നമ്മളങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ചു. എനിക്ക് ഇന്ന് പ്രോഗ്രാം ഉണ്ട്, സ്റ്റിൽ ഞാൻ ഐസ്ക്രീം കഴിച്ചു. കാരണം എനിക്ക് അങ്ങനത്തെ കഴിക്കുന്നത് എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. സോ നമ്മൾ കഴിക്കണം. കഴിക്കാതിരിക്കുന്ന ആൾക്കാർ കഴിക്കരുത്, പക്ഷെ കഴിക്കാൻ ഓക്കെ ആകുന്ന ആൾക്കാർ കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അതെ അതെ അതെ, ഞാൻ പണ്ടോട്ടേ അങ്ങനെ കഴിക്കുമായിരുന്നു, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. പ്രോഗ്രാം കഴിഞ്ഞിട്ട് കഴിക്കും, പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ കഴിക്കും. ഓക്കെ ഗായ്സ്, നമ്മൾ സൗണ്ട് ചെക്കിന് പോവാണ്. ഇപ്പോൾ ടൈം 6:55. ഈ സൗണ്ട് ചെക്ക് ചെയ്ത് റൂമിൽ വന്ന് ഡ്രസ്സ് ചെയ്ത് നമുക്ക് തിരിച്ചു പോകാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ റൂമിലെത്തി. എനിക്കൊരു 30 മിനിറ്റ്സ് ഉണ്ടാവും. ആദ്യം എനിക്ക് റെഡിയായി കഴിഞ്ഞിട്ട് സ്റ്റേജിൽ അങ്ങോട്ട് പോകണം. നമ്മളിവിടെ 1 കിലോമീറ്റർ പോലും ഇല്ല ഇവിടുന്ന് റൂം, നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന്. റെഡി ആയിട്ട് നമുക്കിനി അവിടെ പോകാം. റെഡിയാണ്. നമ്മൾ പ്രോഗ്രാമിന് പോവാണ്. എൻ്റെ മേക്കപ്പ് ഇതിൽ ഭയങ്കര കൂടുതലായിട്ടുണ്ട്, പക്ഷേ സ്റ്റേജിലാകുമ്പോൾ നമുക്ക് അത്ര വേണം, റൈറ്റ്? ഓക്കെ, ചെരുപ്പ് ഔട്ട്ഫിറ്റ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. ഗൈസ്, പ്രോഗ്രാം കഴിഞ്ഞു. ഞാൻ
കുമളിക്ക് പോകാനതൊക്കെ ചേഞ്ച് ചെയ്യണം. പ്രോഗ്രാം അടിപൊളിയായിരുന്നു, നല്ല ഉഷാറായിരുന്നു. ഇന്ന് സെക്കൻഡ് ഡേ ആണ്. അതായത് നോക്കൂ, ഹരി ഇവിടെ ഇല്ലില്ല, ഹരി ഇവിടെ കണ്ണൂർ തന്നെയാണ് ഇവന്റെ വീട്. അപ്പോൾ കണ്ണൂരല്ല, ഞാൻ വേറെ കണ്ണൂർ ജില്ലയിലാണ് വീട്. അപ്പോൾ ഇന്നലെ പ്രോഗ്രാമിന് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും നോക്കൂ. ഓക്കെ, നമ്മൾ ഈ ഇതുപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ അമ്പലത്തിൽ പോകുന്നുണ്ട്. പറശ്ശിനിക്കടവ് മടപ്പുറത്ത് പോകുന്നുണ്ട്. അമ്പലം മടപ്പുര ക്ഷേത്രം മടപ്പുര. ഓക്കെ, അപ്പം നമ്മൾ അവിടെ പോകാൻ വേണ്ടി ആണ് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അമ്പലത്തിലാണ്. നമ്മൾ കയറിയില്ല, ഇപ്പോൾ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങിയതാണ്. ഫോണൊക്കെ വ്യൂ കാണാനായിട്ട് അമ്പലത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെന്തായാലും അമ്പലത്തിൽ കയറിയിട്ട് ഭൂമിയാണോ ഒരു വൈഡിലാണ് കിടക്കുന്നത്. കൊള്ളാം. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുത് ഇറങ്ങി. പക്ഷെ നമ്മൾ ഒരു കാര്യം മിസ് ചെയ്തു, നമ്മൾ മുടിയിച്ച് നമുക്ക് കാണാൻ പറ്റില്ല. അതിനുള്ള ടൈമില്ല, നമുക്ക് പോകണം. അപ്പോൾ എന്തായാലും ഇവിടെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. സഞ്ജു, ഞാൻ ഒരാൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. എങ്ങനെയാവുന്നൊന്നും അറിയില്ല. ഹായ് ഗൈസ്, അങ്ങനെ കറക്റ്റ് ടൈമിൽ ഈ വീഡിയോയിലുള്ള ഓഡിയോ എങ്ങനെയൊക്കെയോ കട്ടായിപ്പോയി. സോ എന്തായാലും ഞാൻ ഒരാളെ സർപ്രൈസ് ചെയ്യാൻ പോവാണ്. ആളാരാണെന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ എന്തായാലും മനസ്സിലാവും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ആൾ സർപ്രൈസ് ആയില്ല.
പറഞ്ഞെങ്കിൽ സർപ്രൈസ് ഞാൻ പഠിച്ചില്ലേരും. അയ്യോ, ഡാഡി വന്നില്ല. നല്ലവരുണ്ട്. ചേച്ചി ഞാൻ അമ്മയാന്ന് വെച്ചിട്ട് എനിക്ക് കണ്ണൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഞാൻ സ്റ്റോറി പോലെ ഇട്ടില്ല. അതുകൊണ്ട് ഇന്നലെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ വരെ ഫോട്ടോ അപ്പൊ സർപ്രൈസ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? ഇഷ്ടപ്പെട്ടു? സൂപ്പർ ആയിരുന്നു ഗൈസ്. ആ വീഡിയോ നിങ്ങൾ കാണണം. എക്സ്പെക്ട് ചെയ്തിരുന്നോ? ഒരു ഇല്ലടി, നമുക്ക് പോരാണ്. എന്തെന്നാ വാ കയറി വാന്നൊക്കെ. ഞാൻ വിചാരിച്ചത് എന്റെ അമ്മയാണ് വാതിൽ കൊട്ടുന്നത് എന്നാണ്. നോക്കുമ്പോൾ ഇവൾ. വാ അയ്യോ, എന്റെ മുടി പശ നോക്കിയാൽ ഞാൻ മുടി കാണിച്ചിട്ട് ഒരു മാതിരി സത്യം മുടി അടിച്ച് ഇതുപോലല്ല ഇരിക്കുന്ന നന്നായിട്ടിരിക്കുന്ന. ഓക്കെ ഗായ്സ്, അങ്ങനെ ഞാൻ തിരിച്ചു വീട്ടിൽ പോകാം. അവള് അടുത്ത തിറക്ക് വരുന്നാണ് പറഞ്ഞിരിക്കുന്നത്. വന്നിട്ടില്ലെങ്കിൽ എന്ത് തറയോ? തിറ. തിറ. അടുത്ത മുത്തപ്പനെ കാണാൻ കേട്ടോ. ഓക്കെ, അപ്പം വരുമ്പോ നമ്മൾ എന്തായാലും വീണ്ടും കാണാം. അയ്യോ, ഇതെന്താ ഐഡിയ ചേഞ്ചർ ലൈഫ്. ഹായ് ഗൈസ്, നമ്മളങ്ങനെ വിട്ട് പിരിയാണ്. അതെനിക്കറിയില്ല. അപ്പോൾ ഗൈസ്, നമ്മളിത് നേരെ വീട്ടിലേക്ക് പോവാണ്. സർപ്രൈസ് ഒക്കെ അടിപൊളിയായിരുന്നു. അതാണ്ട് ഓക്കെ, ഇനി നമ്മൾ നേരെ വീട്ടിൽ പോകുന്നു. രാവിലെ വെളുപ്പിനൊക്കെയാണ് നമ്മൾ വീട്ടിലെത്തും. ഹായ് ഗായ്സ്, അപ്പോൾ എൻ്റെ ഫോണിൽ ചാർജില്ലായ കാരണം പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് ഞാൻ രാവിലെ നമ്മൾ വീട്ടിലെത്താറായപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ്. എന്തായാലും നമ്മൾ പ്രോഗ്രാമിനാണ് പോയതെങ്കിലും ഫാമിലി എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് ഇതൊരു അടിപൊളി ട്രിപ്പ് പോലെയായിരുന്നു. സോ എന്തായാലും എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഗായ്സ്.